ഡൽഹിയുടെ ഭരണം BJPക്ക് തിരിച്ചു കിട്ടുമെന്ന എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ ഹരിയാന ആവർത്തിക്കുമെന്ന ഭീതി AAPക്കും കോൺഗ്രസിനും ഒരുപോലെ. ഡൽഹിയിൽ 1998 ശേഷം ഇതുവരെ BJP അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല. അന്നത്തെ 7 ഡൽഹി സീറ്റുകളിൽ 6 എണ്ണവും അന്ന് BJP നേടിയിരുന്നു. തുടർന്നുള്ള 2 മാസം സുഷമ സ്വരാജ് ആയിരുന്നു അവസാനത്തെ BJPയുടെ മുഖ്യമന്ത്രി. പിന്നാലെ അധികാരത്തിലെത്തിയ കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിതിന്റെ കയ്യിൽ നിന്നുമാണ് AAP ഭരണം തട്ടിയെടുത്തത്. തുടർച്ചയായ 4-ാം ഊഴമാണ് ഇത്തവണ AAP ഡൽഹിയിൽ പ്രതീക്ഷിക്കുന്നത്. അതേസമയം 1998 ശേഷം ഡൽഹിയുടെ ഭരണം പിടിച്ചെടുക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ഇപ്പോൾ. കോൺഗ്രസിനാകട്ടെ ഡൽഹിയിൽ പച്ച തൊടാമെന്ന ലെവലേശം പ്രതീക്ഷയുമില്ല. 1993 മദൻലാൽ ഖുറാന, 96 സാഹിബ് സിംഗ് വർമ്മ, 98 സുഷമ സ്വരാജ്, പിന്നീടുള്ള 2 ടൈം കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത്, പിന്നാലെ 3 തവണ AAPയുടെ അരവിന്ദ് കെജ്രിവാൾ, ഇടയ്ക്കൊരു വർഷം 2014 രാഷ്ട്രപതി ഭരണം. ഏറ്റവും ഒടുവിൽ കെജ്രിവാൾ അഴിമതിയിൽ പടിയിറങ്ങിയപ്പോൾ അതിശയായി മുഖ്യമന്ത്രി. ഇനി ഡൽഹി ഭരിക്കുമെന്ന് ശനിയാഴ്ച വ്യക്തമായി അറിയാം. ഷീലാ ദീക്ഷിത്തിൽ നിന്നും AAP ഭരണം വാങ്ങിയെടുത്തെങ്കിലും തുടക്കത്തിൽ തിളങ്ങി, പിന്നെ ഒന്നും ചെയ്യാനാകാതെ ആ തിളക്കം കെട്ടുതുടങ്ങി. ഒട്ടേറെ ക്ഷേമകാര്യങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും അതിൽ കാര്യമായൊന്നും ചെയ്യാനുമായില്ല. അതിലൊന്നും ഡൽഹി നിവാസികൾ തൃപ്തരുമായിരുന്നില്ല. കോവിഡിൽ ഡൽഹിയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞതും അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ആരോഗ്യരംഗം പകച്ചു നിന്നതും ഗതാഗതക്കുരുക്കും പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കാത്തതുമൊക്കെ AAPക്ക് വിനയായി മാറി. എന്നിട്ടും 2020 അടുത്ത തിരഞ്ഞെടുപ്പിൽ AAP തന്നെ ജയിച്ചു. എന്നാൽ മദ്യനയത്തിൽ കെജ്രിവാളും മനീഷ് സിസോദിയയും CBIയുടെയും EDയുടെയും പ്രതിപ്പട്ടികയിൽ പിടിയിലായതോടെ പാർട്ടിയുടെ കഷ്ടകാലം തുടങ്ങി. ജാമ്യത്തിലിറങ്ങിയെങ്കിലും മദ്യനയ കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലുമൊക്കെ വിചാരണ ഇപ്പോഴും തുടരുന്നതോടെ AAPയുടെ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ അരവിന്ദ് കെജ്രിവാളിന് പിന്നെ ഓരോ അടിയും പിഴയ്ക്കുകയായിരുന്നു. ഇപ്പോഴിതാ ആം ആദ്മി 2ാം സ്ഥാനത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്തും എത്തുമെന്നാണ് വിവിധ സ്ഥാപനങ്ങൾ നടത്തിയ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ഇന്ത്യ മുന്നണിയുടെ കീഴിൽ ആം ആദ്മിയും കോൺഗ്രസും ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യകക്ഷികളാണെങ്കിലും ഡൽഹിയിൽ അവർ തീരുമാനിച്ചത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനാണ്. നിർഭാഗ്യകരവും മണ്ടത്തരവുമായ തീരുമാനമെന്നേ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ കാണുന്നുമുള്ളൂ. ഇത് തങ്ങളുടെ 4ാമത്തെ തെരഞ്ഞെടുപ്പാണെന്നും എല്ലാ തവണയും എക്സിറ്റ് പോളുകൾ ആം ആദ്മി സർക്കാർ രൂപീകരിക്കില്ല എന്നാണ് പറഞ്ഞു നടക്കുന്നതെന്നുമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിക്കൊണ്ട് ആം ആദ്മിയും കെജ്രിവാളും പറയുന്നത്. കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഈ ഫലങ്ങൾ തങ്ങൾക്ക് അനുകൂലമായാണ് ആം ആദ്മി കാണുന്നതെന്നും തങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നതെന്നും ആം ആദ്മി നേതാവ് സുശീൽ ഗുപ്തയും പറയുന്നു. അത് ശരിയായിരിക്കാം. എന്നാൽ കാര്യങ്ങൾ BJPക്ക് അനുകൂലമാണെന്നല്ല, AAPക്ക് എതിരാണെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കോൺഗ്രസ് ആധിപത്യം പുലർത്തിയിരുന്ന ഹരിയാന എങ്ങനെയാണോ 2ാം തവണയും BJP തട്ടിയെടുത്തത്, നിലനിർത്തിയത്, അതേ തന്ത്രം തന്നെയാണ് തൊട്ടടുത്ത ഡൽഹിയിലും BJP ഇറക്കിയത്. അതിൽ AAP വീണു പോയോ എന്ന് മണിക്കൂറുകൾക്ക് ശേഷം നമുക്കറിയാം. ശനിയാഴ്ച ഡൽഹിയിലെ വോട്ടെണ്ണുന്നതോടെ രാജ്യതലസ്ഥാനം എങ്ങോട്ടേക്ക് വീണ്ടും ചായുന്നു, അതോ AAP നിലനിർത്തുമോ BJP പിടിച്ചെടുക്കുമോ എന്ന് വ്യക്തമായി അറിയാം. എന്തായാലും എക്സിറ്റ് പോളുകൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇത്തവണ ഡൽഹിയിലും BJP സർക്കാർ തന്നെയാകും വരിക. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.